വെൽക്കം ടു സിനി പീഡിക. നമ്മൾ കുറച്ച് നാളായിട്ടൊരു ചെറിയൊരു ഗ്യാപ്പിലായിരുന്നു. എൻ്റെ ജോലി സംബന്ധമായിട്ട് കുറച്ച് ട്രാവലിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെപ്പാടൊരു തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ റിലീസുകൾ മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും ഇറങ്ങിയ കണങ്കാവൽ, അതുപോലെ തന്നെ ബബ്ബബ്ബ, നമ്മുടെ ഡൈസിരെ പോലുള്ള സിനിമകളൊന്നും എനിക്ക് തിയേറ്ററിൽ കാണാൻ സാധിച്ചില്ല. അതിൻ്റെ ഒന്ന് OTT ഇറങ്ങിയിട്ടാണെങ്കിലും ഒന്ന് സമാധാനത്തിൽ ഇരുന്ന് കണ്ട് അതിൻ്റെ അഭിപ്രായം പറയാനുള്ളൊരു സമയവും എനിക്ക് കിട്ടിയിരുന്നില്ല. സോ ഇപ്പം അതെല്ലാം കൂടി ഒന്ന് ഒത്തു വന്നതുകൊണ്ട് നമുക്ക് പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമകളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അതിൻ്റെ ട്രെയിലറിൻ്റെ റിയാക്ഷനും നമ്മളെന്താണോ ചെയ്തുകൊണ്ടിരുന്ന ആ കാര്യങ്ങൾ വീണ്ടും തുടങ്ങാം എന്നുള്ളൊരു അവസ്ഥ വന്നതുകൊണ്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത്ര നാൾ ഗ്യാപ്പ് എടുത്തതിന് ആദ്യം ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ സാറ് 2 ദിവസം മുമ്പ് നിര്യാതനായി. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. വെൽക്കം ടു സിനി പീഡിക. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. ഇന്നൊരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഷൈൻ നിഗം നായകനായിട്ട് വരുന്ന ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഹാൽ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കടന്നാണ് ശരിക്കും പറഞ്ഞ ഈ സിനിമ തിയേറ്ററുകളിലേക്ക് വരുന്നത്. ഈ സിനിമയിൽ 25ഓളം കട്ടുകൾ വേണമെന്ന് സെൻസർ ബോർഡുകൾ പറയുകയും എന്നാൽ അത് സാധിക്കില്ല എന്ന് കടുംപിടുത്തം പിടിച്ച് ഹൈക്കോടതിയിൽ ഒരു കേസ് അപ്പീൽ ചെയ്ത് ഹൈക്കോടതി സിനിമ കണ്ടതിന് ശേഷം അവരുടെ ബെഞ്ച് പറഞ്ഞു കട്ടിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ അകത്ത് തെറ്റായിട്ടുള്ള ഒരു കാര്യവും സന്ദേശം കൊടുക്കുന്നില്ല, റിലീസ് ചെയ്യൂ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസിലാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളും എല്ലാം സംസാരിക്കാം. അതിൻ്റെ പുറകിൽ ആരൊക്കെയാണ് ഡയറക്ടേഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ലെറ്റ്സ് റിയാക്ട്. എന്താണ് ബോസേ? ഈ വരില്ലല്ലേ റിസൾട്ട് നോക്കാൻ? ഞാനൊന്നുമില്ല, ഈ പോയി നോക്ക്. ആ മഞ്ചത്തെ അന്വേഷിക്കാൻ പോകാനായിരിക്കും. ഹായ്. ഫാത്തിന്റെ അടുത്ത് കല്യാണത്തിന് വെച്ചേണ്ട റാപ്പർ ഓർമ്മയുണ്ട്. പിന്നെ റാപ്പേഴ്സിന്റെ ഇടയിൽ ആസ്ബി എന്നാണ് അറിയപ്പെടുന്നത്. I have to fly very high. ഇതിലൊരു പാട്ട് ഞാൻ കേട്ടിരുന്നു, രസമുള്ളൊരു പാട്ടായിരുന്നു. നായികൻ കൊള്ളാം, ന്യൂ ഫേസ്. അതെ, അടുത്തടുത്ത് വരുന്നുണ്ട്. അല്ല, ഞാൻ ഈ സൺഡേ ചർച്ചിലൊന്നും പോയിട്ടില്ല, അപ്പൊ ജസ്റ്റ് ആ ഒരു വൈബ് അറിയാലോ ഓർത്ത് വന്നതാ. നാട്ടില് ക്രിസ്ത്യൻ ചർച്ച് ഒന്നും ഇല്ലേ? അയ്യോ ഉണ്ട്, പക്ഷെ അവിടെ ഈ ചർച്ചിലല്ലോ. നിന്റെ പേരും പ്രശ്നം, വേറെ പലതും പ്രശ്നം. ഓക്കെ, മനസ്സിലായി. നന്നായി പാടൂല്ലേ, പക്ഷെ റാപ്പിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ലിറിക്സ് ഗവൺമെന്റിനും സിസ്റ്റത്തിനൊക്കെ കുറച്ച് എതിരാ. മൊത്തത്തിലൊരു ദേശവിരുദ്ധതാണ്. ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ഫേസ് ചെയ്ത കാര്യങ്ങളാ. എടാ ഉള്ളത് പറ, ഒരു പെൺകുട്ടിയെ റിക്രൂട്ട് ചെയ്ത് നിനക്ക് എത്ര കിട്ടും? സാറങ്ങൾ എന്തൊക്കെ പറയണത്? എടാ, ഒരു പെൺകുട്ടിയെ കറക്കിയെടുത്ത് IS-ലേക്ക് റിക്രൂട്ട് ചെയ്യാൻ തനിക്ക് എന്നാ കിട്ടുമെന്ന് സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ സാർ. എനിക്കൊന്നും ഇഷ്ടമാണ്. എനിക്കെന്നെ കാണണം, സംസാരിക്കണം. അതിന് ഈ ലോകത്ത് എവിടെയാണേലും ഞാൻ വരും. എനിക്കെന്തോ മൂക്കുത്തി ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. എന്തിനാണ് ഞാൻ ഇതിലൂടെ കടന്നു വരുന്നത്? എല്ലാം ഓളെ എന്നോട് ഉണ്ടാകുന്ന ഓർത്തിട്ടില്ല. നിശാന്ത് കോയാണ് റൈറ്റർ. വീര കണ്ടപ്പോ പോലെ എന്റെ ഉള്ളിൽ എന്തൊരു ഹാല്. ഡിസംബർ 25 പടം റിലീസാണ്. ഓക്കെ. റൊമാൻസ് ബൈ വീര. തിങ് മ്യൂസിക്. കോപ്പിറൈറ്റ് അടിക്കുമോ? നന്ദഗോപൻ V ആണ് ചിത്രത്തിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രസമുണ്ട്. ഏതാണ്ട് കഥ മനസ്സിലാവുന്നുണ്ട്. നായികയുടെ പേര് സാക്ഷി വൈദ്യ.
സാക്ഷി വൈദ്യ. ഓക്കെ, കഥ ഏതാണ്ട് മനസ്സിലാകുന്നുണ്ട്. ഒരു മുസ്ലിം റാപ്പറായിട്ടുള്ള ആൾ റാപ്പ് ചെയ്യുന്ന ലിറിക്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ ലൈഫിലുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് എടുത്ത് കാണിക്കാൻ പോകുന്നതെന്ന് ട്രെയിലറിൽ നിന്നും ചെറിയൊരു സൂചനയുണ്ട്. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യനായിട്ടുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതും അതും ഈ പാട്ടും ഈ മതവും എല്ലാം കൂടി കൂട്ടിക്കുഴച്ചുള്ള ഒരു സംഭവമായിരിക്കും എന്നുള്ളതിനൊരു സംശയമൊന്നുമില്ല. ഈ ലിറിക്സ് കേട്ടപ്പം ലിറിക്സ് ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതപണ്ഡിതൻ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ചംകീല എന്ന് പറയുന്ന ഒരു സിനിമ കുറച്ച് നാൾ മുമ്പ് ഹിന്ദിയിൽ റിലീസായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ബിദാ കരോ എന്ന് പറയുന്നൊരു പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. ആ സിനിമയുടെ ഒരു കൺസെപ്റ്റായിട്ട് എനിക്ക് ഭയങ്കര സാമ്യത തോന്നി. അതിലും ഒരു റിയൽ സ്റ്റോറി ആയിരുന്നു അത്. ഒരു സിഖ് ഗായകൻ റാപ്പർ, അദ്ദേഹം പാടുന്ന പാട്ടിൽ മോശമായിട്ടുള്ള വാക്കുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സിഖുകാർ തന്നെ, സിഖ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ അത് പുള്ളി പാടരുത് ചെയ്യരുത് എന്ന് വാണിംഗ് കൊടുക്കുകയും തുടർന്നും ആ പാട്ടുകൾ ആവർത്തിച്ചിട്ട് ലാസ്റ്റ് ഈ സിഖിലുള്ള കുറച്ച് ആൾക്കാർ വന്ന് പുള്ളിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്ത ഒരു സിനിമയായിരുന്നു. അത് റിയൽ സ്റ്റോറിയാണ്. അപ്പോൾ ഏതാണ്ട് ആ ലിറിക്സ് ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ആ പടമായിട്ട് പെട്ടെന്നൊരു ആ പടത്തിലേക്കൊന്ന് കണക്റ്റഡ് ആയിപ്പോയി. ഓവറോൾ പടത്തിൻ്റെ ഒരു നല്ലൊരു ഫീല് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ പടം ഗംഭീരമായിട്ടുള്ളൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഡിസംബർ 25 ക്രിസ്മസിനാണ്, 2 ദിവസം കൂടി ഉള്ളൂ പടം റിലീസാവാൻ. അന്ന് തന്നെയാണ് നമ്മുടെ നിവിൻ പോളി, അജു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിൽ വരുന്ന സർവം മായ എന്ന് പറയുന്ന സിനിമ റിലീസാകുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല, അത് കണ്ടിട്ട് നമുക്ക് റിയാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഹാൽ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിനിമ ഒഡീഷ്യയിൽ റിലീസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇൻ കേസ് പടം റിലീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുന്നതായിരിക്കും. അത്രേ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.